വിജയ നമ്മളിനിപ്പോ ഒരു സിമ്പോസിയം തുടങ്ങാം. ഡീറ്റെയിൽസ് അറിയാം. അതായത് നമ്മുടെ പല സ്കൂളിലെ 1, 2, 3, 4, 5, 6 പേർ നമ്മുടെ അതിഥികളെ നിരന്നിരിക്കുകയാണ്. എൻകൗണ്ടർ ഫോർമാറ്റ്, ചർച്ചാ ഫോർമാറ്റ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. കുട്ടികൾക്ക് പറയാൻ ഇൻട്രോ ഇന്ന് വേണ്ട. അപ്പോട്ടെ ഇൻട്രോ ഇല്ല. അപ്പൊ 6 പേർ നമ്മുടെ വിശിഷ്ടാതിഥികളായി ഇരിക്കുകയാണ്. അവരവർ കാര്യങ്ങൾ തുറന്നടിച്ച് പറയാം, ശക്തമായി പറയാം. ഞാൻ അതിഥികളുടെ പേരെന്ന് വായിക്കും. ഞാൻ ഉമായസ് കോട്ടൺ ഹിൽ ട്രിവാൻഡ്രം, ഉമായസ് കോട്ടൺ ഹിൽ ട്രിവാൻഡ്രം, നവനീത സെന്റ് മേരീസ് പട്ടം, നേവ ജയചന്ദ്രൻ GHSS നടക്കാവ് കോഴിക്കോട്, ജലിബ CK ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എറണാകുളം, അദ്വൈത് കൊടുകര HSS മലപ്പുറം, നക്ഷത്ര സുമോദ് മൗണ്ട് കാർമൽ HSS കോട്ടയം. ഒരു ഇൻട്രോ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് സാർ. ഇന്നത്തെ വിഷയം വെച്ചാൽ മയക്കുമരുന്നിനെ എങ്ങനെ നമ്മൾ പ്രതിരോധിക്കണം, റെസിസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനെങ്ങനെ നമ്മൾ വരുതിയിൽ കൊണ്ടുവരണം. മയക്കുമരുന്ന് മഹാവിപത്ത് എന്ന സന്ദേശമായിട്ടാണ് നമ്മൾ SKN40 രണ്ടാം ഘട്ടം തുടരുന്നത്. ജ്യോതിർഗമയ നിങ്ങളെയും കൂടി വെളിച്ചത്തിലേക്ക് നയിച്ചാലും. അപ്പൊ നമ്മുടെ അതിഥികളുടെ ഒരു വിൻഡോ നിറക്കട്ടെ. നമുക്ക് ആദ്യ ചോദ്യം ചോദിക്കാം. അതെ, ചോദിക്കാം. ആദ്യം നമ്മുടെ ചോദ്യം ഉമായസിനോടാണ്. കോട്ടൺ ഹിൽ ട്രിവാൻഡ്രത്തെ ഉമ കേൾക്കാമോ? ഉമ അവര് വന്നില്ലല്ലോ. വന്നോ? അവരിപ്പോ വരും. അവര് വന്ന് അവര് ഓക്കെ ഉമ, അപ്പൊ നമ്മള് നമ്മുടെ SKN40 ലഹരി വിരുദ്ധ യാത്രയുടെ രണ്ടാം ഘട്ടത്തിലാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഏത് രീതിയിലാണ്, എങ്ങനെയാണ് നമുക്ക് ഈ ഒരു എന്തൊക്കെ നിങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ മനസ്സിലുണ്ട് കുട്ടികൾ നിലയ്ക്ക്? അതെ, പറഞ്ഞോളൂ ഉമായസ്. തീർച്ചയായിട്ടും ഇപ്പം നമ്മുടെ സമൂഹം നേരിടുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ലഹരി. അപ്പോൾ ലഹരി കൂടുതൽ കുട്ടികളിലേക്ക് എത്തുന്നത് മാതാപിതാക്കളും പൊതുസമൂഹവും ഒക്കെ അവകാശപ്പെടുന്നത് അത് കുട്ടികളുടെ ഒരു പിയർ ഗ്രൂപ്പിൽ നിന്നാണ് എന്നാണ്. പക്ഷെ നമ്മൾ ഒരു സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഒരു കുട്ടി ഇടപെടുന്ന സമൂഹത്തെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും. അതായത് കുടുംബം, ആ കുട്ടിയുടെ വിദ്യാലയം, പൊതുസമൂഹം, പിന്നീടാണ് സോഷ്യൽ മീഡിയയും പിയർ ഗ്രൂപ്പും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു പിയർ ഗ്രൂപ്പിൽ നിന്നൊക്കെ ആണല്ലോ, എന്തുകൊണ്ടാണ് ഈ പിയർ ഗ്രൂപ്പിൽ നിന്നും കൂടുതലായിട്ട് ഇങ്ങനെ ഒരു സ്വാധീനം കുട്ടികൾക്ക് എത്തുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് എന്തുകൊണ്ട് ആ കുട്ടിക്ക് ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് ആ ഒരു സപ്പോർട്ട്, ആ കുട്ടിയെ കേൾക്കാനായിട്ടുള്ള ആ ഒരു മനസ്സ് ചിലപ്പോൾ മാതാപിതാക്കൾ കാണിക്കുന്നുണ്ടാവില്ല. കൂടാതെ വിദ്യാലയങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ തന്നെ അവിടെ ടീച്ചേഴ്സും പിന്നെ കുട്ടികൾക്ക് അവിടെ നേരിടേണ്ടി വരുന്ന ഡിസ്ക്രിമിനേഷൻ ഒരു വലിയ പ്രശ്നമാണ്. പൊതുസമൂഹത്തിൽ കടന്നു ചെല്ലുമ്പോഴാണെങ്കിലും എന്തുകൊണ്ടും ഒരു കുട്ടി എന്നുള്ള രീതിയിൽ ആ കുട്ടിക്ക് വേണ്ടത്ര വില കൊടുക്കാത്ത ഒരു അവസ്ഥയും വരുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ ഒരു കുട്ടിക്ക് ഇത്തിരിയെങ്കിലും വില കിട്ടുന്നുണ്ട് എങ്കിൽ, ഒരു സൊസൈറ്റിയിൽ ഇത്തിരിയെങ്കിലും വില കിട്ടുന്നെങ്കിൽ അതൊരു ആ കുട്ടിയുടെ പിയർ ഗ്രൂപ്പിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും ആയിരിക്കാം. പക്ഷെ പലപ്പോഴും പിയർ ഗ്രൂപ്പ് ഇപ്പോഴും പിയർ ഗ്രൂപ്പിലെ എല്ലാ കുട്ടികൾക്കും വലിയ കൺട്രോൾ ഉണ്ടാവണമെന്നില്ല. ആ കുട്ടികളുടെ വീട്ടിൽ ആ കുട്ടികൾക്ക് വലിയ കൺട്രോൾ ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ അത് ചിലപ്പോൾ കുട്ടികളെ ആ ഒരു തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും ഞാൻ ഒരിക്കലും പറയില്ല ഒരു പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സമപ്രായക്കാരുടെ ഒരു കൂട്ടം എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റായ പാതയിലേക്ക് നയിക്കുന്നവരാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ എന്നാലും പല സമയങ്ങളിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ സംഭവിക്കുമ്പോൾ അത് തീർത്തും അവരുടെ മാത്രം ഒരു തലയിൽ അടിച്ചേൽപ്പിക്കാതെ ആ കുട്ടിയെ കേൾക്കാനുള്ള മനസ്സ് ആ കുട്ടിയുടെ വീട്ടിലും വിദ്യാലയത്തിലും പൊതുസമൂഹത്തിലും കൂടെ ഉണ്ടാകണം. അങ്ങനെ നമുക്ക് ഇതിൽ നിന്നൊരു വലിയ മാറ്റം കൊണ്ടുവരാനാകും എന്നാണ് എനിക്ക് തോന്നുന്നത്.